പാലുകാച്ചിന് വിളിക്കാത്തതിന്റെ പേര് പറഞ്ഞ്, കല്യാണത്തിന് വിളിക്കാത്തതിന്റെ പേര് പറഞ്ഞ്, ഉറ്റബന്ധുവിന്റെ മരണമറിയിക്കാത്തതിന്റെ പേര് പറഞ്ഞ് വർഷങ്ങളോളം രക്തബന്ധത്തിന്റെ കൊരവള്ളി മുറിച്ചു കളഞ്ഞ ശാസ്ത്രവതയോടെ ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാര് നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കെ ഇത് വലിയ തെറ്റാണ്, ഇത് വലിയ കുറ്റമാണ്. അയൽവക്ക ബന്ധം പോലെയുമല്ല, അതിൻ്റെ എത്രയോ അപ്പുറമാണ് റബ്ബ് തരുന്ന രക്തബന്ധം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൽ തൊട്ട് കളിക്കല്ല. ചില സമയത്ത് നുരഞ്ഞു പൊന്തുന്ന ദേഷ്യത്തിന്റെ പേരിൽ എൻ്റെ മയ്യത്ത് പോലും കാണാൻ വരരുതെന്ന് പറഞ്ഞിട്ട് ആ ബന്ധത്തെ എന്നേക്കുമായി മുറിച്ചു കളയുമ്പോൾ എൻ്റെ പൊന്ന് സഹോദരാ, ആ ഒരൊറ്റ വാക്കിന്റെ പേരിൽ നിന്റെ മരണം വരെ അല്ലാഹു തആല ദുരിതമാക്കി കളഞ്ഞേക്കാം. ഏറ്റവും പവിത്രമായ ബന്ധം രക്തബന്ധം, അതങ്ങനെ തന്നെ അതിന്റെ പേരിനങ്ങനെയല്ലേ, റഹിം. ഗർഭപാത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് ആ പദം. അത്ര വലിയ ബന്ധം, പരസ്പരം ബാധ്യതകളുള്ള ബന്ധം രക്തബന്ധം. അതിൽ തൊടരുത്. അതിൽ തൊട്ടാൽ പൊള്ളും. എവിടെ? മരണത്തിന് ശേഷമല്ല, ദുനിയാവിലും തന്നെ പൊള്ളും. ദുനിയാവിൽ പൊള്ളും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാനെ വേണോ? വേണം. വേണ്ടാന്ന് ആരും പറയില്ല, ഒരു കുട്ടിയും പറയില്ല. കാരണം അള്ളാനെ തേടിയാണ് നമ്മൾ ഈ മജ്ലിസിൽ വന്നത്. അള്ളാനെ വേണമെന്നുണ്ടെങ്കിൽ ആ രക്തബന്ധത്തെ പൊതിഞ്ഞു പിടിച്ചോ, തകർന്നു പോകാതെ പൊട്ടിപ്പോകാതെ ചേർത്തി തന്നെ പിടിച്ചോ. അത് തകർക്കാൻ ആരും ശ്രമിക്കുകയും ചെയ്യരുത്, അതിനായിട്ടൊരാൾ നിന്നുകൊടുക്കുകയും ചെയ്യരുത്. ആ ബന്ധത്തൊക്കെ ചേർത്തി പിടിച്ചോളണം എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇനി ആ ബന്ധത്തെ മുറിച്ച് കളഞ്ഞാൽ അള്ളാനെ കിട്ടൂല. വേറെ ഏത് പണി ചെയ്താലും അള്ളാനെ കിട്ടൂല. എന്റെ വാക്കല്ല, ഇമാം ഖുർത്തുബി തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയെ, ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ, അല്ലാഹു ഈ സൃഷ്ടികളെ മുഴുവനും പടച്ചു. ഈ പടപ്പുകളെ മുഴുവനും പടച്ചു. എല്ലാ പടപ്പുകളെയും പടച്ചു. ആകാശം, ഭൂമി, ആകാശങ്ങൾക്കപ്പുറം, ഭൂമിക്ക് താഴ്ഭാഗം, സമുദ്രം, സമുദ്രത്തിലുള്ള ജീവജാലങ്ങൾ, ഇങ്ങനെ വേണ്ട ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും പടച്ച് അള്ളാഹു ഒരുമിച്ച് കൂട്ടി. എല്ലാ വസ്തുക്കളെയും പടച്ചു. എല്ലാം അങ്ങനെ പടച്ചു. 6 ദിവസം എടുത്തു എന്നാ. അങ്ങനെ എല്ലാ വസ്തുക്കളെയും അള്ളാഹു തആല പടച്ചു. എല്ലാം പടച്ചു കഴിഞ്ഞപ്പോൾ ആ വസ്തുക്കൾ മുഴുവനും, സൃഷ്ടിലോകം മുഴുവനും അള്ളാഹുടെ മുമ്പിലേക്ക് വളരെ വിനയാന്വിതമായി ബഹുമാനത്തോടുകൂടി പേടിച്ചുകൊണ്ട് സമർപ്പണ വിധേയമായി അള്ളാഹുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി. പക്ഷെ ആ കൂട്ടത്തിൽ നിന്ന് ഒരൊറ്റ പടപ്പെഴുന്നേറ്റ്. ഏതാ പടപ്പെന്നറിയോ? രക്തബന്ധം. ഖാമത്തിർ റഹിമോ, രക്തബന്ധം എന്ന പടപ്പെഴുന്നേറ്റു. എന്നിട്ട് ആ പടപ്പ് റബ്ബിനോട് ചോദിക്കേ, പടച്ചോനെ, ഹാദാ മഖാമുൽ ആയിദീൻ, പടച്ചവനെ, എനിക്ക് നിന്നോട് പരാതി പറയാനുണ്ട്. അള്ളാഹുടെ മുമ്പിൽ ഉയർന്നു നിൽക്കാൻ വേറെ ഒരു പടപ്പിനും ധൈര്യം വന്നില്ല. ആ സമയത്ത് അള്ളാഹിന്റെ മുമ്പിൽ രക്തബന്ധമെന്ന പടപ്പെഴുന്നേറ്റു. നേരത്തെ ഞാൻ പറഞ്ഞ ഉമ്മ വഴിയുള്ള ബന്ധങ്ങൾ, ബാപ്പ വഴിയുള്ള ബന്ധങ്ങൾ, ഈ പടപ്പെഴുന്നേറ്റുകൊണ്ട് റബ്ബിനോട് പറഞ്ഞു, അല്ലാ, എന്നെ നീ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുമ്പോ തകർന്നു പോകാതെ, ഇടറിപ്പോകാതെ, തെറിച്ചു പോകാതെ, വീണു പോകാതെ, വേരറ്റ് പോകാതെ എന്നെ ചേർത്തി പിടിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവരതിന് വേണ്ടി തലതാഴ്ത്തി കൊടുക്കുന്നു, അവരതിന് വേണ്ടി ക്ഷമാപണം നടത്തുന്നു, അവരതിന് വേണ്ടി അങ്ങോട്ട് പോയി സലാം പറയുന്നു. ഇവരോട് നീ എന്ത് നിലപാടെടുക്കുമെന്ന് എന്നോടൊന്ന് പറഞ്ഞു തന്നാലും റബ്ബേ, അതേപോലെ തന്നെ ഒരു സങ്കോചമില്ലാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഈ മഹത്തായ ബന്ധമാകുന്ന എന്നെ മുറിച്ചു കളഞ്ഞ് വേദനിപ്പിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഭൂമിയിൽ. അവരിലേക്കല്ലേ നീ എന്നെ പറഞ്ഞു വിടുക. അങ്ങനെ എന്നെ മുറിച്ചു കളയുന്നവർക്കെതിരെ നീ എന്ത് നിലപാടെടുക്കുമെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണേ അല്ലാ എന്ന് കുടുംബ ബന്ധമെന്ന പടപ്പെഴുന്നേറ്റുകൊണ്ട് പടച്ച റബ്ബിനോട് പറഞ്ഞു തീർന്ന ഉടനെ അല്ലാഹു കുടുംബ ബന്ധമെന്ന പടപ്പിനോട് തിരിച്ചു പറയേ, അമാ തർലീ, കുടുംബ ബന്ധമേ, എൻ്റെ നിലപാട് ഞാനൊന്ന് വിവരിച്ചു തരാം. ആ നിലപാട് നിനക്ക് തൃപ്തിയാണോ എന്നൊന്ന് പറയുക. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു കൊടുത്തു, അനാ സുലുമൗ വസലകി വഖതഉ മൻ ഖതഅകി. ഇവിടെയാണ് രക്തബന്ധം, ഇവിടെയാണ് കുടുംബ ബന്ധം. ഇതിനപ്പുറം ഒരു ഹദീസും ഇത് സംബന്ധമായി പറയേണ്ടതില്ല പ്രിയപ്പെട്ടവരെ. രക്തബന്ധമെന്ന പടപ്പിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയേ,
നിന്നെ ആരൊക്കെ ഭൂമിയിൽ ചേർത്ത് പിടിക്കുമോ, മുറിഞ്ഞു പോകാതെ ഇടർന്നു പോകാതെ നിന്നെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ആരൊന്ന് തല താഴ്ത്തി കൊടുക്കുന്നുവോ, ആരൊന്ന് സലാം പറഞ്ഞു മുട്ടുന്നുവോ, ആരങ്ങോട്ട് ചെന്ന് പുഞ്ചിരിക്കുന്നുവോ, ആര് പിണക്കം മാറ്റാൻ ഉറ്റബന്ധുവിന്റെ വീട്ടിലേക്ക് കയറി ചെന്ന് ആ ബന്ധങ്ങളെ പുതുക്കുന്ന വർത്തമാനം പറയുന്നുവോ, അവരെ ഞാനും ചേർത്തി പിടിക്കുന്നു. അവര് എൻ്റെ ആളാണ്. അവര് കരഞ്ഞാൽ ഞാൻ ഉത്തരം നൽകുന്നു, അവര് ദുആ തേടിയാൽ ഞാൻ മറുപടി നൽകുന്നു, അവർക്ക് പ്രയാസം വന്നാൽ ഞാൻ സാന്ത്വനമേകുന്നു. അത്തരത്തിൽ ഞാൻ അവരെ ചേർത്ത് പിടിക്കുന്നു. അതേ സമയത്ത് നിന്നെ മുറിച്ച് കളയുന്നവരുണ്ടല്ലോ, അവർ എത്ര വലിയ ആളുകളെന്ന് പറഞ്ഞാലും, അവർ എത്ര വലിയ ഇബാദത്ത് എടുത്തെന്ന് പറഞ്ഞാലും അവരെ എനിക്ക് വേണ്ട. അവരോടുള്ള ബന്ധം ഞാനും മുറിക്കുന്നു. അവർ എൻ്റെ ആളല്ല. അവര് കരഞ്ഞാൽ എനിക്കെന്താ, അവര് വേദനിച്ചാൽ എനിക്കെന്താ, അവരെ ഞാൻ പരിഗണിക്കില്ല. അവരോടുള്ള ബന്ധം ഞാനും മുറിച്ചു കളയുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രക്തബന്ധമെന്ന പടപ്പിനോട് തിരിച്ചു പറഞ്ഞപ്പോ ആ പടപ്പ് റബ്ബിനോട് പറഞ്ഞു, റബ്ബേ, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിന്റെ ഈ നിലപാട് കൊണ്ട് ഞാനിതാ സംതൃപ്തയായിരിക്കുന്നു എന്ന് രക്തബന്ധമെന്ന പടപ്പ് റബ്ബിനോട് തിരിച്ചു പറഞ്ഞെന്ന് നബിയുനാ വസയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ ഓതുന്ന വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ 3 സ്ഥലത്ത് എന്റെ ശാപം അവനാണ് എന്ന തരത്തിൽ അള്ളാഹു ശപിച്ചു പറഞ്ഞു. വിശുദ്ധ ഖുർആന്റെ 3 ഇടങ്ങളിൽ. ആരെന്നറിയോ? ഒരൊറ്റ ആളിനെ പറഞ്ഞത്. അള്ളാഹു ആ ഗണത്തിൽ നമ്മെ പെടുത്താതിരിക്കുമാറാകട്ടെ. ആരേത്? ഈ രക്തബന്ധത്തിന്റെ കടക്കൽ കത്തിവെച്ചവൻ. ഇവിടെ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകാം, പക്ഷേ റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോൾ പെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാഗത്തുനിന്ന് വീഴ്ചകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ രക്ഷപ്പെട്ടു. എന്നാലും ആ വീഴ്ചയില്ലാത്ത നമ്മൾ അങ്ങോട്ട് പോയി ആ ബന്ധം പുതുക്കാൻ തന്നെ ശ്രമിക്കണം. അപ്പോൾ അള്ളാഹു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനിലേക്ക് നമ്മെ ചേർത്തി പിടിക്കും. പക്ഷേ നമ്മുടെ കാരണം കൊണ്ടാണ് ഇത് പെട്ടുപോയതെങ്കിൽ അള്ളാഹു നമ്മളെ ഒരു കാരണം കൊണ്ടും പരിഗണിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആന്റെ 3 സ്ഥലങ്ങളിൽ 6666 വരുന്ന ആയത്തുകളുടെ സമഞ്ജസ സമ്മേളനമായ വിശുദ്ധ ഖുർആൻ 3,21,180 പരം വരുന്ന അക്ഷരങ്ങളിലൂടെ ലോകത്ത് മാനവന്റെ, മനുഷ്യരാശിയുടെ ബൗദ്ധിക തലങ്ങളിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പുരോഗതിയെ, അവന്റെ ആത്മീയമായ വിജയത്തെയും ഒരുപോലെ പഠിപ്പിച്ച അനുഗ്രഹീത ഭരണഘടനയായ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആന്റെ 3 തലങ്ങളിൽ അള്ളാഹു ശപിച്ച ഒരേ ഒരു വിഭാഗം, അത് രക്തബന്ധം തകർത്തവനാണ്, കുടുംബ ബന്ധത്തെ മുറിച്ചവളാണ്. അള്ളാഹു അതിൽ നമ്മെ പെടുത്താതിരിക്കുമാറാകട്ടെ. ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു സ്വന്തം മകൻ സൗഹൃദത്തിന്റെ പ്രായത്തിലെത്തിയപ്പോൾ, സൗഹൃദ വലയം വേണമല്ലോ, അതെല്ലാവർക്കും വേണം, പക്ഷെ ആ സൗഹൃദത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടേണ്ട കൂട്ടുകാരാരാണ്? ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുടെ വലിയൊരു അധ്യായമാണത്. ഇന്ന സ്വഭാവമുള്ളവരെ മാത്രമേ കൂട്ടാൻ പറ്റൂ. ചെറിയ പ്രായം കഴിയുമ്പോൾ ആ കൂട്ട് വേണം, അത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സുഹൃത്തുക്കൾക്ക് നാളെ അർശിന്റെ തണൽ കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ സൗഹൃദ വലയം തിരഞ്ഞെടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഈ ബാപ്പ മോനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ആ മോനോട് ഒരൊറ്റ ഉപദേശം നൽകിയുള്ളൂ, നീ സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്തോ, പക്ഷെ ആ സൗഹൃദ വലയത്തിന് വേണ്ടി നിന്റെ സുഹൃത്തുക്കളെ നീ തിരഞ്ഞെടുക്കുമ്പോൾ നീ സൗഹാർദ്ദത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നവരിൽ ഒരു പിഴവുണ്ടാകാൻ പാടില്ല. എന്താ പിഴവ്? ലാ തസ്ഹബന്ന ഖാത്തിഅറമി, കുടുംബ ബന്ധം മുറിക്കുന്നവൻ, ഉമ്മയുടെ ബന്ധുക്കളുടെ ബന്ധങ്ങളെ വിച്ഛേദിച്ചവൻ, ബാപ്പയുടെ രക്തബന്ധുക്കളുടെ ബന്ധങ്ങളെ വിച്ഛേദിച്ചവനെ നീ ഒരിക്കലും സുഹൃത്താക്കരുത്, അവനോടൊപ്പം സഹവസിക്കരുത്, അവനെ കൂട്ടുകാരനാക്കി കൊണ്ടു നടക്കരുത്. ഈ വാപ്പ ഇത് പറയാനുള്ള കാരണം എന്തെന്നറിയോ എൻ്റെ മോനെ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിധി നോക്കിയപ്പോ നിന്റെ ഈ ബാപ്പ ആ വിശുദ്ധ ഖുർആന്റെ 3 സ്ഥലങ്ങളിൽ കുടുംബ ബന്ധത്തെ മുറിച്ചവൻ, രക്തബന്ധത്തെ നശിപ്പിച്ചവൻ ആരോ അവനെ ശപിക്കപ്പെട്ടവനാണ് എന്ന് വിശുദ്ധ ഖുർആന്റെ 3 സ്ഥലങ്ങളിലാണ് ഈ ബാപ്പ കണ്ടെത്തിയത്. അങ്ങനെയുള്ള ഒരുവനോട് എൻ്റെ മോൻ സഹവസിച്ചാൽ ആ ശാപത്തിൽ നീയും അറിയാതെ പെട്ടുപോകാം. അതുകൊണ്ട് രക്തബന്ധം വിച്ഛേദിക്കുന്നവനെ കൂട്ടരുതെന്ന് ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു
പ്രിയപ്പെട്ട മകനെ ഉപദേശിച്ചുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ ഗൗരവം എത്ര വലുതാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ആലോചിക്കുക. ഇതിനപ്പുറം പറയാൻ വേറെ സമയമില്ല. ഇനി ഇതിനും മേലെയാണ് നമ്മുടെ ബാപ്പ, അതിനും മേലെയാണ് നമ്മുടെ ഉമ്മ. പറയാനുള്ള സമയം കിട്ടില്ല, എന്നാൽ ഒന്ന് രണ്ട് വാക്കുകൾ. നമ്മുടെ ബാപ്പ, ഇന്ന് ഒരു പ്രായം കഴിയുമ്പോൾ ബാപ്പമാർ ഒറ്റപ്പെടുത്തപ്പെടുന്ന കുടുംബ മക്കളുടെ ലോകത്താണ് നമ്മളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ബാപ്പ ഒറ്റപ്പെടുത്തപ്പെടേണ്ടവനല്ല, ബാപ്പയുടെ നന്മകൾ തിരിച്ചറിയപ്പെടാതിരിക്കപ്പെടേണ്ടതുമല്ല. നമുക്ക് വേണ്ടി മെഴുകുതിരി പോലെ ഒരുക്കി തീർക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പ, അദ്ദേഹത്തിന്റെ ആയുസ്സാണ് നമുക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മ കഴിഞ്ഞാൽ ആ 3 വട്ടത്തെ സ്ഥാനം ഉമ്മാക്ക് നൽകണമെന്ന് ദീന് പഠിപ്പിക്കുമ്പോൾ തൊട്ട് താഴെ ബാപ്പയാണ്. അതിനും താഴെയാണ് പ്രിയപ്പെട്ട രക്തബന്ധം, അതിനും താഴെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അയൽപ്പക്ക ബന്ധം. അപ്പൊ താഴെയെന്ന് ചിന്തിച്ചു നോക്കിയാ 4 നിലകളിൽ നിന്ന് 3ാമത്തെ നിലയിലെത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പ. ആ ബാപ്പയോടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ ഒരു സ്വർഗവും നമ്മൾ പ്രതീക്ഷിക്കേണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ. അതിനും എത്രയോ അപ്പുറം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ. ഒരു ചെറിയ സംഭവം ഒന്ന് വിവരിക്കാം, അത് വിവരിക്കാനേ ഇന്ന് സമയം ഉണ്ടാവുള്ളൂ. നബി തങ്ങളുടെ മുമ്പിലേക്ക് ഒരു ബാപ്പയെ സംബന്ധിച്ച് ഒരു മകൻ പരാതിയുമായി കടന്നു വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, എന്റെ ബാപ്പ എന്റെ അനുവാദമില്ലാതെ എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നുണ്ട്. നബിയുടെ മുമ്പിൽ വന്നിട്ട് പരാതി പറയാം, എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ബാപ്പ എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കും. വയസ്സായ ബാപ്പയാണ്, ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ല. അങ്ങനത്തെ എന്റെ ബാപ്പ എന്റെ അനുവാദമില്ലാതെ എന്റെ പൈസ എടുക്കുന്നുണ്ട് എന്റെ ബാപ്പ. അതുകൊണ്ട് മുത്തുനബിയെ, എന്റെ ബാപ്പാനെ വിളിച്ചൊന്ന് ഉപദേശിക്കണം. നബിത്തങ്ങൾ പറഞ്ഞു, നിനക്ക് പറഞ്ഞുകൂടെ എൻ്റെ വാപ്പ അടുത്ത്? ഇല്ല, അത് എന്നെ കൊണ്ട് കഴിയില്ല, എൻ്റെ വാപ്പാനെ ഞാൻ അത്ര ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ സ്നേഹത്തിന്റെ കുറവുകൊണ്ടല്ല, പക്ഷെ എന്നും ഇങ്ങനെ പൈസ എടുത്തപ്പോൾ ഒരു പ്രയാസം. നബിത്തങ്ങൾ പറഞ്ഞു, പിന്നെ നിന്റെ വാപ്പാനെ വിളിച്ചോണ്ടോ, ഇത് നിന്റെ വാപ്പാനെ വിളിച്ചോണ്ടോ, ഞാൻ നിന്റെ വാപ്പ അടുത്ത് സംസാരിക്കാന്ന് പറഞ്ഞു വിട്ടു. നേരെ ചെന്നു. ഈ മോൻ ചെല്ലുമ്പോൾ വാപ്പ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്, വയസ്സായ വാപ്പാനെ തട്ടിയിട്ട് പറഞ്ഞു, വാപ്പ എഴുന്നേക്ക്, മുത്ത് റസൂലുള്ള വിളിക്കുന്നുണ്ട്. വാപ്പ ചെട്ടി, ഓ മുത്തുനബി വിളിക്കുന്നു എന്നെ, എന്തിനാ മോനെ? അത് വാപ്പ എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ പൈസ എടുക്കണ വിവരം ഞാൻ ചെന്ന് മുത്തുനബിയോട് പറഞ്ഞു. നീ പറഞ്ഞോ? അതെ പറഞ്ഞു. അപ്പൊ മുത്തുനബി എന്ത് പറഞ്ഞു? വാപ്പാനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ഒന്നും മിണ്ടില്ല. ശരി വരാന്നും പറഞ്ഞ് മോന്റെ പിന്നാലെ ഇങ്ങനെ പോകുമ്പോ ബാപ്പാടെ മനസ്സാകെ വേദനിച്ചു. വേദനയോടുകൂടി ആ ബാപ്പ സ്വയം പറയാൻ തുടങ്ങി, എൻ്റെ പൊന്നുമോനെ, ഒരു കാലം നിന്റെ ബാപ്പാക്കുണ്ടായിരുന്നു. അന്ന് നിന്റെ ഉമ്മയോടൊപ്പം പച്ചവെള്ളം പോലും കുടിക്കാനില്ലാതെ വിശന്നൊട്ടിയ വയറും പിടിച്ച് പല ദിവസങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട് നിന്റെ ബാപ്പാക്ക്. പക്ഷേ അത് പുറത്തറിഞ്ഞിട്ടില്ല, എൻ്റെ കൂട്ടുകാരറിഞ്ഞിട്ടില്ല, എൻ്റെ ബന്ധുക്കൾ അറിഞ്ഞിട്ടില്ല, ആരെയും ഞങ്ങൾ അറിയിച്ചിട്ടില്ല. അത്രത്തോളം മാന്യതയോടെ അഭിമാനത്തോടെ ജീവിച്ചവനാ നിന്റെ ബാപ്പ. ഇന്ന് വരെ എൻ്റെ കുറവുകൾ എൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ പോലും അറിഞ്ഞിട്ടില്ല. പക്ഷേ നീ വളർന്ന് വലുതായപ്പോ നിന്റെ അനുവാദമില്ലാതെ ഒരിച്ചിരി നിന്റെ പണമെടുത്തതിന്റെ പേരിൽ ഈ ബാപ്പാന്റെ അഭിമാനത്തിന് നീ ക്ഷതം വരുത്തിയില്ല മോനെ. മുത്ത് റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഈ ബാപ്പാനെ നാണം കെടുത്തിയില്ല മോനെ. ഇങ്ങനെയായിരുന്നോ എൻ്റെ പൊന്നു മോനെ നീ? എന്നിങ്ങനെ ആത്മകഥം ചെയ്തുകൊണ്ട് ബാപ്പ മോന്റെ പിന്നാലെ വ്യസനത്തോടുകൂടി നബിയുടെ മുമ്പിലെത്തുന്നു. അല്ലാഹുവിന്റെ മുത്തുനബിയെ കണ്ടപാട് ഈ ബാപ്പ കരഞ്ഞു പോകുന്നു. ഈ കരച്ചില് കണ്ടുകൊണ്ട് മുത്ത് റസൂലുള്ള ബാപ്പാനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ബാപ്പയോട് പറഞ്ഞ്, പൊന്ന് സഹോദരാ, നിങ്ങളെ മകന്റെ പണമാണെങ്കിലും നിങ്ങളെ മകനാണെങ്കിലും അവന് പൊരുത്തമില്ലെങ്കിൽ അവന്റെ അനുവാദമില്ലാതെ പണമെടുക്കരുത് കേട്ടോ. ഈ കരയുന്ന ബാപ്പാടെ മുമ്പിൽ മറ്റൊന്നും അല്ലാഹുവിന്റെ മുത്തുനബിക്ക് പറയാൻ തോന്നിയില്ല. ഉടനെ കൊച്ചുകുട്ടികളെ പോലെ നബി തങ്ങളെ മുമ്പിൽ എന്ന് ബാപ്പ തലയാട്ടി സമ്മതിച്ചോ. തേങ്ങി പൊട്ടാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് മുത്തുനബി ബാപ്പയോട് പെട്ടെന്ന് പോകിയോളാൻ പറഞ്ഞു. അവിടെയാണ് മുത്തുനബി എന്ന നേതാവിന്റെ പ്രസക്തി. അവിടുന്ന് താങ്ങാത്ത വേദനകൾ നൽകാറില്ല, ആരെയും ആക്ഷേപിക്കാറില്ല. പറയേണ്ട ഉപദേശങ്ങൾ പറയേണ്ട കണക്കിന് മാത്രമേ പറയാറുള്ളൂ. ഈ പറയുമ്പോ തന്നെ പൊട്ടിപ്പോയി പിതാവിനെ പിന്നെ വേദനിപ്പിക്കാൻ നബി തയ്യാറായില്ല. അവിടുന്ന് പോകാൻ പറയുന്നു. ഈ ബാപ്പ വേദനയോടെ മുത്ത് റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച്
അഭിമാനത്തിന്റെ ക്ഷതമേറ്റവനെ പോലെ മുഖം താഴ്ത്തി പിടിച്ചുകൊണ്ട് തന്റെ കൂട്ടുകാരെ മുമ്പിൽ നിന്ന്, തന്റെ മകന്റെ മുമ്പിൽ നിന്ന് വിറച്ച് വിറച്ച് പുറത്തിറങ്ങുന്നു. ബാപ്പ എന്ന ബന്ധം അത് രക്തബന്ധം പോലെയുമല്ല, അതിനും താഴെ അയൽപക്ക ബന്ധം പോലെയുമല്ല, അതിനൊക്കെ എത്രയോ മേലെയാണ്. പ്രിയപ്പെട്ട സഹോദരാതെ ശ്രദ്ധിച്ചോ. ആ ബാപ്പ നടന്ന് നീങ്ങാൻ തുടങ്ങിയതോടുകൂടി ആകാശത്തിന്റെ വ്യതിയാനം സംഭവിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ മുമ്പിലേക്ക് ഒഴുകി പറക്കുന്നു. അല്ലാഹുവിന്റെ മുത്തുനബിയുടെ മുമ്പിലെത്തെ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറയേ, ഇന്നല്ലാഹ യുഖ്രിഉക നബിയെ, അല്ലാഹു അങ്ങക്ക് സലാം അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് വയഖൂൽ, അല്ലാഹു അങ്ങയോട് പറയാൻ പറഞ്ഞു, ഇദാ ജാഅക ശൈഖു, അങ്ങയുടെ മുമ്പിൽ ഒരു മകന്റെ പരാതിയിൽ ഒരു ബാപ്പാനെ ഇപ്പൊ കൊണ്ടുവന്നില്ലേ? ആ കൊണ്ടുവന്നോ. ആ ബാപ്പയുടെ മനസ്സിനകത്ത് ഒരുപാട് വേദനയുണ്ട്. ആ വേദന പൊട്ടിയിട്ടാണ് അങ്ങയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ തീരുമാനമുണ്ട്, ഫസൽഹു അൻ ശൈഅ. ആ ബാപ്പ എന്തിനാണ് ഇത്രയേറെ തേങ്ങിപ്പൊട്ടിയതെന്ന് തിരിച്ചു വിളിച്ചുകൊണ്ട് ഇവരെ മുമ്പിൽ വെച്ച് ചോദിക്കാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. ബാപ്പാടെ വേദന അലയടിച്ചത് എവിടെയാണെന്ന് എല്ലാ മക്കളും ചിന്തിച്ചോ? ഓരോ മക്കളും ആലോചിച്ചോ? ബാപ്പ നമ്മുടെ മുമ്പിൽ ചെറിയ വിഷയമല്ല, ഉമ്മ നമ്മുടെ മുമ്പിൽ ചെറിയ വിഷയമല്ല. അങ്ങനെ ആരും കാണണ്ട പ്രിയപ്പെട്ട സഹോദരാ. കണ്ടോര് ബാപ്പാടെ വേദന ചെന്നടിച്ചത് അല്ലാഹുവിന്റെ ദർബാറിലാ. അതുകൊണ്ടാണ് ജിബ്രീലിനെ പോലും അല്ലാഹു തആല ഇറക്കിയത്. ഉടനെ നബി തങ്ങൾ ആ പ്രിയപ്പെട്ട പിതാവിനെ തിരിച്ചു വിളിക്കുന്നു. ആ പിതാവ് കരഞ്ഞുകൊണ്ട് നബിയുടെ മുമ്പിലെത്തുന്നു. അല്ലാ, മുത്തുനബി ആ പിതാവിനോട് ചോദിച്ചു, അല്ല സഹോദരാ, മകന്റെ പണം അവന് ഇഷ്ടമില്ലെങ്കിൽ അനുവാദമില്ലാതെ എടുക്കരുതെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിനെന്തിനാ നിങ്ങളിങ്ങനെ വിങ്ങിപ്പൊട്ടുന്നു? നിങ്ങളെ കരച്ചിൽ കണ്ടിട്ട് അല്ലാഹു തആല നിങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന വേദന എന്താണെന്ന് ഈ മകൻ കേൾക്കെ ഒന്ന് പറയാൻ വേണ്ടി അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. അതുകൊണ്ട് നിങ്ങളാ വേദന ഒന്ന് പറയാൻ വേണ്ടിയിട്ട് മുത്ത് റസൂലുള്ള ഈ ബാപ്പയോട് പറഞ്ഞു തീർന്ന ഉടനെ ഈ ബാപ്പ ഒന്നുകൂടി വിതുമ്പിയിട്ട് നബി തങ്ങളോട് പറഞ്ഞു, റസൂലുള്ളാഹ് സൽഹാദാ, എന്റെ ഈ മകനോട് ചോദിക്ക് മുത്തുനബിയെ, ഹല്ലും ഫിഖുഹു ഇല്ലാ ലാ അമ്മാതിഹി വഖാലാതിഹി. ഞാൻ അവന്റെ പോക്കറ്റിൽ നിന്ന് പണമെടുത്തത് ശരിയാണ്, പക്ഷേ അത് എന്റെ പള്ള നിറയ്ക്കാനല്ല, എനിക്ക് ചായ മക്കാരിയിൽ ചെന്ന് ചായ കുടിക്കാനല്ല, അവന്റെ ഉമ്മാടെ സഹോദരിമാർക്ക് ഭക്ഷണം കൊടുക്കാനാ, അവന്റെ ബാപ്പാടെ സഹോദരിമാർക്ക് ഭക്ഷണം കൊടുക്കാനാ. അത് അവന്റെ ബാധ്യതയല്ലേ നബിയെ? അതല്ലാതെ എന്റെ പള്ള നിറയ്ക്കാനും എനിക്ക് പുതുവസ്ത്രം വാങ്ങാനും ഞാൻ അവന്റെ പൈസ ഉപയോഗിച്ചിട്ടില്ല. ചോദിക്കണേ നബിയേ. അല്ലാഹുവിന്റെ മുത്തുനബി ആ മകനോട് ചോദിച്ച്, ശരിയാണോ? മകൻ പറഞ്ഞു, അതേ മുത്തുനബിയെ, ശരി തന്നെയാണ്, പക്ഷേ എന്റെ ബാപ്പ എന്റെ അനുവാദം വാങ്ങാത്തതിന്റെ വേദനയാണ് എനിക്ക്. ഇത് പറഞ്ഞു തീർന്ന ഉടനെ ഈ വയസ്സായ ബാപ്പ മകന്റെ നേരെ തിരയുന്നു. എന്നിട്ട് മകനോട് തന്റെ വേദന മുഴുവനും ഒരുപിടി കവിതകളാക്കി ഉരുവിടുന്നു. ഗദൗതുക മൗലൂദൻ മുൻതുക യാഫിആ തഉല്ലു ബിമാ അഹ്നാ അലൈക വതൻഹലൂ. എന്റെ പൊന്നുമോനെ, അല്ലാഹുവിന്റെ മുത്തുനബിയുടെ മുമ്പിലെ ബാപ്പാനെ നീ നാണം കെടുത്തിയല്ലേ? എന്റെ സുഹൃത്തുക്കളെ മുമ്പിൽ എന്റെ അഭിമാനത്തിന് നീ ക്ഷതമേൽപ്പിച്ചുവല്ലേ? എങ്കിലും നിനക്കൊരു കഥയറിയുമോ? നിന്റെ ഉമ്മാടെ പള്ളയിൽ നീ വളരാൻ തുടങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് നിനക്കറിയില്ല. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما
ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. അങ്ങനെ നിന്റെ ഉമ്മാടെ പള്ളയിൽ നീ അങ്ങനെ വളരാ തുടങ്ങിയ ഒരു കാലം, ആ കാലം നീ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കേ നിന്റെ ഈ ബാപ്പ മരം വെട്ടുന്നതടക്കമുള്ള ഒരുപാട് പണിയെടുത്തടാ. എന്നിട്ട് ആ പണിയിൽ നിന്ന് കിട്ടുന്ന കൂലി കൊണ്ടുപോയി മാർക്കറ്റിൽ നിന്ന് പോഷകമൂല്യമുള്ള ഭക്ഷണം വാങ്ങുന്നു. നിന്റെ ബാപ്പാക്ക് തിന്നാനല്ല. അൽഹംദുലില്ലാഹ്, മനസ്സുകൊണ്ടൊരായിരം തവണ തുള്ളിച്ചാടിയടാ നിന്നെ എനിക്ക് കിട്ടിയതിന്റെ പേരിൽ. അങ്ങനെ നീ വളരാൻ തുടങ്ങി. നിന്റെ കുഞ്ഞിളം മോളയില് പല്ല് ജനിക്കാൻ തുടങ്ങി. ആ പല്ല് വെച്ച് നീ കടിച്ചു തിന്നാൻ തുടങ്ങിയപ്പോ എന്റെ ജോലിയുടെ സമയം കൂട്ടി ഞാൻ അധ്വാനിക്കാൻ തുടങ്ങി. ആ അധ്വാനിച്ച് കിട്ടുന്ന പണം കൊണ്ടുപോയി പഴമാർക്കറ്റിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് മുന്തിരി വാങ്ങുന്നു, ഈത്തപ്പഴം വാങ്ങുന്നു, മാതളം വാങ്ങുന്നു, ആപ്പിള് വാങ്ങുന്നു, പഴം വാങ്ങുന്നു. വലിയ പൊതികളാക്കി കൊണ്ടുവന്ന് നിന്റെ മുമ്പിൽ ഞാൻ രാത്രി വെച്ച് തരുന്നു. അത് വെച്ച് തരുമ്പോ ഒരാപ്പിൾ എടുക്കുന്നു, ഒരു കടി കടിക്കുന്നു, വലിച്ചെറിയുന്നു. ഒരു മുന്തിരി എടുക്കുന്നു, ഒരു കടി കടിക്കുന്നു, വലിച്ചെറിയുന്നു. ഒരു ഈന്തപ്പഴം എടുക്കുന്നു, ഒരു കടി കടിക്കുന്നു, വലിച്ചെറിയുന്നു. എന്റെ പണമാടാ നീ വലിച്ചെറിഞ്ഞത്. നിന്റെ ഉമ്മ നിന്നെ ശകാരിച്ചു. കളയാൻ ഈ പൈസ കൊണ്ട് ഉപയോഗിച്ചേ ഭക്ഷണം എടുക്കരുത്, വാങ്ങിച്ചേ പഴമെടുക്കരുത്. നിന്റെ ബാപ്പ കഷ്ടപ്പെട്ട പണമാണിത്, അതുകൊണ്ട് വലിച്ചെറിയാൻ തരൂല എന്ന് പറഞ്ഞിട്ട് നിന്നെ ശകാരിച്ചു നിന്റെ ഉമ്മ. ആ ഉമ്മാനെ ഞാൻ തടഞ്ഞടാ. കളയട്ടടി എന്റെ മുത്തുമോ, അവനാ കളയുന്നതിലും എനിക്ക് സന്തോഷമുണ്ടടി, എനിക്ക് ആനന്ദമുണ്ടടി, അതുകൊണ്ട് എന്റെ മോൻ കളഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് നിന്റെ ഉമ്മാനെ ഞാൻ ആ ഉദ്യമത്തിൽ നിന്ന് തടയുകയായിരുന്നു. അങ്ങനെ എത്ര പണമാടാ നീ തുലച്ചു കളഞ്ഞതെന്നറിയുമോ? നിന്റെ ബാപ്പ പരാതി പറഞ്ഞില്ല, നിന്റെ ബാപ്പ നിനക്കെതിരെ പരാതി പറഞ്ഞില്ല, നിന്നെ തള്ളിയില്ല. ഇതാ ലൈലത്തുന്നാബതക ബിശക്വിയലം വബിർ ലിശിക്വാക ഇല്ലാ സാഹിറന്ന തമൽമലൂ. നീ അങ്ങനെ വളരാൻ തുടങ്ങിയപ്പോ നിനക്ക് പനി വന്ന ദിവസങ്ങളുണ്ട്, നിനക്ക് തലവേദന വന്ന ദിവസങ്ങളുണ്ട്. ആ തലവേദന കാരണം നീ ഞരങ്ങുമ്പോ, പനി കാരണം നീ ചുമയ്ക്കുമ്പോ, അപ്പുറത്ത് നിന്റെ ഉമ്മയോടൊപ്പം കിടങ്ങുമ്പോ പോലും നിന്റെ ഈ ബാപ്പ ഉറങ്ങാറില്ല മോനെ. എന്റെ മോനാണല്ലോ ചുമക്കുന്നത്, എന്റെ മോനാണല്ലോ ഞരങ്ങുന്നത്, എന്റെ പൊന്നുമോന് പനിയാണല്ലോ. അത് കരുതിയിട്ട് ഉറങ്ങാതെ ഞാൻ അങ്ങനെ വിഷണ്ണനായി കിടക്കുമായിരുന്നു നിന്നെ ഓർത്തിട്ട്. അങ്ങനെയാടാ നിന്നെ ഞാൻ സ്നേഹിച്ചത്. ഫലൈതക ഇദ്ലം തദഅ ഹഖ ഇദ്ലം തറ ഹഖ ഉബുവതി فعلتك ما الجار المجاور يفعل. എന്റെ പൊന്നുമോനെ, അങ്ങനെ നീ വളർന്ന് വലുതായപ്പോ, നിന്റെ ബാപ്പ വയസ്സനായി മാറിയപ്പോ, നീ പെണ്ണ് കെട്ടി കഴിഞ്ഞപ്പോ, നിനക്ക് നല്ലൊരു ജോലി ഉണ്ടായപ്പോ, ബാപ്പാക്ക് ജോലി എടുക്കാൻ കഴിയാതെ നിന്റെ കീഴിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോ, നിന്റെ അനുവാദമില്ലാതെ നിന്റെ പോക്കറ്റിൽ നിന്ന് ഒരിച്ചിരി പണമെടുത്തതിന്റെ പേരിൽ മുത്ത് റസൂലുള്ളാഹിയുടെ മുമ്പിൽ നീ എന്നെ നാണം കെടുത്തിയല്ലേ, എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ നീ നാണം കെടുത്തിയല്ലേ. നിനക്ക് അതിന് മുമ്പൊന്ന് ചിന്തിക്കാമായിരുന്നില്ലേ? ഒരു ബാപ്പാന്നുള്ള സ്ഥാനം നീ എനിക്ക് തരണ്ട, ആർക്ക് വേണമടാ ആ സ്ഥാനം, അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇങ്ങോട്ട് ഇറച്ചി വെച്ചത് കൊണ്ട് കൊടുത്താൽ തിരിച്ചങ്ങോട്ട് മീൻകറി വെച്ചത് തിരിച്ചു കൊടുക്കുന്ന, ഇപ്പുറത്തെ കല്യാണത്തിന് 1000 രൂപ കൊടുത്താൽ അപ്പുറത്തെ കല്യാണത്തിന് 1500 തിരിച്ചു കൊടുക്കുന്ന ഒരു സുജന മര്യാദ ഇല്ലേ? ഒരു നാട്ടു മര്യാദ ഇല്ലേ? ഒരു അയൽവക്ക മര്യാദ ഇല്ലേ? ആ മര്യാദയെങ്കിലും നിനക്ക് എന്നോട് കാണിക്കാമായിരുന്നില്ലേ? ഒരുപാട് പൈസ എൻ്റെ ബാപ്പ എനിക്ക് വേണ്ടി കളഞ്ഞിട്ടുണ്ട്. ആ കളഞ്ഞതിൽ ഇതങ്ങ് പറ്റുവരവ് വെക്കാമെന്ന് നിനക്ക് ചിന്തിക്കാമായിരുന്നില്ലടാ. ഇതാണ് ഒരു മകന്റെ ധർമ്മം, ഇതാണ് ഒരു മകന്റെ ധർമ്മം, ഒരു ബാപ്പയോടുള്ള സ്നേഹമെന്ന് ആ മകന്റെ മുഖത്ത് നോക്കി ബാപ്പ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ മുത്തുനബി പറഞ്ഞു, അന്തവമാലുകലി അബീ
ഭൂമിയിലേക്ക് നീയും നിന്റെ സമ്പത്തും നിന്റെ ബാപ്പാക്ക് അവകാശപ്പെട്ടതാ. ഇനി മേലിൽ ബാപ്പാടെ പരാതിയും പറഞ്ഞ് എന്റെ മുമ്പിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ യുവാവായ സ്വഹാബി അല്ലാഹുവിന്റെ മുത്തുനബി മടക്കി അയച്ചിട്ട് അവിടെ ഇരുന്നവരോട് പറയേ, കല്ലോ മുള്ളോ കരടോ ചേതനവോ അചേതനവോ ആയ ഏത് വസ്തുക്കളെ ബാപ്പാടെ വേദനയുടെ കവിത കേട്ടിട്ടുണ്ടോ അത് മുഴുവനും അലിഞ്ഞിട്ടുണ്ടാകുമെന്ന് മുത്ത് റസൂലുള്ള പറയാ മാത്രമാണ് ഒരു ബാപ്പാടെ സങ്കടമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, ബാപ്പ ചെറുതല്ല. അബൂ റബീഅ ചുരുക്കട്ടെ, വിശദീകരിക്കാൻ നേരമില്ല. അതുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട ബാപ്പാരെ സന്തോഷിപ്പിച്ചോ. അല്ലാഹുവിന്റെ സ്വർഗമാണ് മോഹിക്കുന്നതെങ്കിൽ, നിന്റെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ ബാപ്പാക്ക് നീ നിന്റെ ശിരസ്സുകളെ താഴ്ത്തി കൊടുത്തോ. അതിനും എത്രയോ 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 അപ്പുറമാണ് നിന്റെ പ്രിയപ്പെട്ട ഉമ്മ. ഒരു നല്ല ഭാര്യയെ കിട്ടിയപ്പോ, നല്ല അരുമയായ മക്കളെ കിട്ടിയപ്പോ നിന്റെ ഉമ്മ ഇന്ന് നിന്റെ ശത്രുവാക്കപ്പെട്ടുവോ പൊന്നുമോനെ. കാലം നിനക്ക് മാപ്പ് തരില്ല സഹോദരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു നല്ല ഭർത്താവിനെ നിനക്ക് അല്ലാഹു സമ്മാനിച്ചപ്പോ, നല്ല കുടുംബത്തെ അല്ലാഹു നിനക്ക് ഭർത്താവിലൂടെ സമ്മാനിച്ചപ്പോ നിന്നെ പ്രസവിച്ച മാതാവിനെ മറന്നോ പെങ്ങളെ? കേവലം വർഷത്തിൽ 2 പെരുന്നാളിന് ഒരു ജോഡി പർദ്ദ കൊടുക്കുന്ന ഒരു ബന്ധമാക്കി ഉമ്മയോടുള്ള ബന്ധത്തെ നീ കുറച്ചോ പൊന്നുമോളെ?